Resignation? ഇങ്ങത്താ. എന്നോട് താരാ പറഞ്ഞേ? ഞാൻ ലെറ്റർ കണ്ടതല്ലേ. അതിനൊക്കെ കാലത്ത് ആരെങ്കിലും ലെറ്റർ കൊടുക്കും? എന്ത് വേണമെങ്കിലും ആവട്ടെ ഗുരു. സംഭവം ഞാൻ കേട്ടത് ശരിയാണോ? അതെ. എന്നെ വെറുതെ കൊതിപ്പിക്കരുത്. ഇല്ല. അപ്പൊ ഞാൻ കത്തിച്ച മെഴുതിയൊന്നും വെറുതെ ആയില്ല. സതീഷേ. വേഗം വേഗം വന്ന് പോയി എല്ലാവരും കളക്ട് ചെയ്യാം. എല്ലാവരും പൈസ കൊടുത്ത ഇതൂടെ ചോ എല്ലാവരും വാങ്ങിക്കണോട്ടാ. പൈസ കൊടുത്തോ? നിന്റെ പൈസ ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്താ കാര്യം? ഹരി ജോലി വിട്ടു പോയല്ലേ? ഹരി സാർ പോണെന്റെ പറഞ്ഞ പൈസ जाने दो साले को, किधर भी मरने दो यार. എന്തായാലും ഹരിയുടെ ഭൂത്ത് എനിക്ക് വേണം. तुम्हें क्यों चाहिए उसका भूत यार? जाने दो उसको पहले कहीं. अरे सच एन इगोइस्टिक पर्सन है. इगोइस्टिक पर्सन. एटीट्यूड देखा उसका साला. ഒരു പൊട്ട കണ്ണടയും ബാഗും. Finally, he left. Hari, are you sure? Yes. Pratibha. Yeah. Come inside. Yeah. Right away. Okay. Come in, Pratibha. എന്തേ സെലിബ്രിറ്റി ആയ ഇല്ലേ? അവനെത്താൻ ഏത് സമയത്താണ് ഉണ്ടാക്കിയത്? എൻ്റെ ഓർമ്മയിൽ ഞാൻ മാത്രമല്ല അപ്പോൾ ഉണ്ടായിരുന്നത്. ഈ അമേരിക്കൻ കമ്പനീസിനൊക്കെ ആഴ്ചയിൽ 7 ദിവസവും ഓഫീസ് വെച്ചുകൂടെ? ഹരി, നീ ഡോക്ടറെ അടുത്ത് പോകുന്നില്ലേ? ഇന്ന് സാറ്റർഡേ ആണ്. പിന്നെ ഇനി താനത് ഓർമ്മിപ്പിച്ചിട്ട് വേണം. ഹലോ, ഹരിയോ? ആരാ? പ്രതിഭ. ലെമിസി. ഡോ ഹരി, തനിക്കാ? ഹലോ. ഇത് ഹരിയുടെ അമ്മയാണ്. ഹരി ഈസ് അൺഅവൈലബിൾ. പ്രതിഭ? ഹാ ശരി, 19-ന്. ഓക്കെ, ഞാൻ അവനോട് പറയാം. ഓക്കെ, ബൈ. ഹരി, 19-ാം തീയതി ട്രെയിൻ ടിക്കറ്റ് എടുത്തു വെച്ചിട്ടുണ്ടെന്ന് പ്രതിഭ പറഞ്ഞു. ട്രിവാൻഡ്രത്തേക്കാണെന്ന് തോന്നുന്നു. ട്രിവാൻഡ്രോ? എന്തിനാപ്പോ? Welcome to our Saturdays. എല്ലാരും എത്തിയിട്ട് പോരെ ഈ സ്പീച്ച് സെലിബ്രേഷനും ഒക്കെ. അപ്പൻ ഇപ്പൊ എത്തും, ഒന്ന് വെയിറ്റ് ചെയ്യ്.
ആ ഹരിയെ കൂടി വിളിക്കായിരുന്നു. ഓ പിന്നെ വേറെ ആരെയും കണ്ടില്ല വിളിക്കാൻ. അതെ അതെ അതെ, ഹരിയില്ലായിരുന്നു നമ്മുടെ ഗതി ഓ എന്താണെന്നറിയാം. പിന്നെ പുള്ളിയുടെ പ്രോഗ്രാംസ് ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മളെല്ലാം സർവേ ചെയ്യണേ. പിന്നെ അത് സലാം പറഞ്ഞത് കറക്റ്റ്. अबे यार ये दुनिया घुमाने वाला प्रोग्राम छोड़ और खाना लेके आया है क्या कर रहा है പക്ഷെ എനിക്ക് ഹരി ക്യൂട്ട് ഓ ആയിട്ടാ അതുകൊണ്ടാണ് ഈ തോന്നുന്നത്. കാര്യം നിന്റെ മുഖത്തേക്ക് നോക്കാത്തത്. ചെല്ലടി അപ്പനായിരിക്കും. എന്നെങ്കിലും ഒരു ദിവസം അവൻ എന്റെ മുഖത്തേക്ക് നോക്കും. അന്ന് ഞാൻ അവനെ പിടിച്ചൊരു കിസ് അങ്ങ് വെച്ചു. പ്രതിഭ ഹായ് ഹരി, കമൻ. എന്റെ ടിക്കറ്റ്. ഹരി വന്ന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഞാനത് മണിഡേയിൽ കൊടുത്തു വിട്ടേനെ. ഇറ്റ്സ് ഓക്കെ, 1 മിനിറ്റ്. ഹരി കൂടുന്നോ? കാരണമാൻ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞത് കൊണ്ട് ഇത് പ്രോഗ്രാം. എന്തേ കിസ് കിട്ടിയില്ലേ? ഞാൻ പേടിച്ചു പോയി. എന്തൊക്കെയായിരുന്നു? ഹരി, യെസ് ഡോക്ടർ. ഹൗ ഇസ് എവറിത്തിങ്? എവറിത്തിങ് ഈസ് ഫൈൻ. എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. ട്രിവാൻഡ്രത്തേക്കാ ആണെങ്കിൽ ഇയാൾക്ക് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാനൊക്കെ പറ്റുമോ? get out of my bed. Get out. ബോളിയില്ലേ, ബോളി പാക്കറ്റിലൊക്കെ കിട്ടണേ. യു ഗെറ്റ് ഇറ്റ് ദേ, ഗിവ് മീ 2 പാക്കറ്റ്സ്. യാ മതിയോ? മതി 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 മതി. എത്ര മണിക്കാ ട്രെയിൻ? 12:30. അതിനിപ്പോഴേ ഇറങ്ങണോ? ഞാൻ ഡ്രോപ്പ് ചെയ്യണോ ഹരി? മാൽ ബി ലേറ്റ്. യു വാണ്ട് ടു ഗെറ്റ് ഡ്രോപ്പ്? Bye. ബൈ. സേഫ് ജേർണി സൺ. ഹലോ ചേട്ടാ, എങ്ങോട്ടാ? ഹലോ ചേട്ടോ, എങ്ങോട്ടാ പോണേ? ഞാൻ അങ്ങോട്ട് ചോദിച്ചു, താൻ എങ്ങോട്ടാ പോകുന്നു?
മാഡം, ഇത് ഇയാളുടെ ഭർത്താ, ഒന്ന് മാറിക്കൊടുക്കണം. താങ്ക് യു. ആ എന്താ മൊയ്തീനെ? എപ്പോ? എന്താ ചെയ്യാ? വീട്ടിൽ തിരിച്ചെത്തണം. വൈഫിന് നല്ല സുഖമില്ല. അടുത്ത സ്റ്റേഷൻ ഏതാന്ന് ഞാൻ ടിറ്റിയെ വിളിക്കാം. സർ അവിടെ 5 മിനിറ്റിൽ പറവൂരെത്തും. അവിടെ നിങ്ങൾക്ക് ഇറങ്ങാം. ഓക്കെ, താങ്ക് യു സർ. അയ്യോ, സാരല്ല സാരല്ല. മൊയ്തീൻ്റെ ഫോൺ വന്നപ്പോൾ എനിക്ക് സർവാംഗം തളരുന്ന പോലെ തോന്നി. 36 ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ ദൂരേക്കെങ്ങും പോവാറില്ലേ. പേടിക്കാനൊന്നുമില്ല. ഇത്രേ ഉള്ളെങ്കിലും ഇത്രേ ആക്കി പറയുന്നവനാ മൊയ്തീൻ. എന്റെ ബാഗ് ആ ട്രെയിനിൽ പോയി. എന്താ? എനിക്ക് ട്രിവാൻഡ്രത്ത് കിട്ടിയോ? പൊടിമീനാ സാറേ, വേണോ? ഓ വേണ്ട, ഭാര്യയ്ക്ക് ഒന്നും വയ്ക്കാൻ അറിയില്ല. സാർ,
ഈ കോഴിക്കോട്ടേക്കുള്ള ട്രെയിൻ എപ്പോഴാ? കോഴിക്കോട്ടേക്കല്ലേ? ആ കോഴിക്കോട്ടേക്ക് ഒരുപാട് ട്രെയിൻ ഉണ്ട്, പക്ഷെ ഒന്നും ഇവിടെ നിർത്തില്ല സാറേ. സാറേ എന്റെ ബാഗ് ആ ട്രെയിനിൽ പോയി. ആ ആ. എന്നിട്ട് താനെന്താ കയറി പോവാഞ്ഞേ? ഞാൻ എന്ത് വേടോ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ. ഞാൻ എന്താ ചെയ്യാ? എന്നോടാണോ ചോദിക്കുന്നത്? ഒരു കാര്യം ചെയ്യ്, അത് സാറിരിപ്പുണ്ട്, ഒരു പരാതി എഴുതി കൊടു. ആ ട്രെയിൻ നമ്പർ, കോച്ച് നമ്പർ, സീറ്റ് നമ്പർ, ബാഗിന്റെ കളറും. തനിക്ക് ഭാഗ്യം ഉണ്ടായി കിട്ടും. ചെല്ലേ. സർ, കൊല്ലത്തുനിന്ന് കോഴിക്കോട്ടേക്ക് വണ്ടി കിട്ടും. ആ ആ ആ, പക്ഷേ കുട്ടിക്ക് തിരുവനന്തപുരത്തേക്കല്ലേ പോകേണ്ടത്? സാറിനെ സേഫാക്കി വിട്ടിട്ടേ ഞാൻ പോകണുള്ളൂ. ഹലോ ചേട്ടാ. ഏയ് ഹലോ. ഏയ് ഒന്ന് കൊല്ലം വരെ പോണം. കൊല്ലോ? ആ 1000 രൂപയോ? കോയമ്പത്തൂർക്കല്ല ചേട്ടാ, കൊല്ലത്തേക്കാ. മാക്സിമം പോയാ 250 രൂപ തരും. നിങ്ങൾ കൊല്ലത്തേക്കോ കോയമ്പത്തൂർക്കോ എങ്ങോട്ട് വേണേലും പോക്കോ. പോണെന്നുണ്ടെങ്കിൽ ഓട്ടക്കാശ് തന്നെ. 400. ഹർത്താലാണ്, തിരിച്ച് ഓട്ടോ ഒന്നും കിട്ടൂല. എന്നെ ഒന്ന് ഉറങ്ങാൻ വിട്. സാരമില്ല, കാശ് ഞാൻ കൊടുത്തോളാം. കാര്യം നടക്കട്ടെ. വാ വാ കയറേ. ആ കറിക്കോ കറിക്കോ. കയറ് സാറേ വേഗം. ഇവിടെ ഇറങ്ങിക്കും. നേരെ എങ്ങ് പോയാ റെയിൽവേ സ്റ്റേഷനായി. ഇവിടെ ഇറങ്ങാൻ? കേറുമ്പോ അങ്ങനെയൊന്നുമല്ലല്ലോ പറഞ്ഞത്. ഇവിടെ ഇറങ്ങാൻ പറ്റില്ല. ഇയാൾ വണ്ടി വിടും. ഈ വഴി പോയ റോഡൊക്കെ കേടാണ്. ഇതുവഴി നടക്കാനുള്ള ദൂരമുള്ളൂ. ഇവിടെ അടുത്താ എന്ന് പറഞ്ഞ എങ്ങനെയാ? സാരമില്ല, നമുക്കിവിടെ ഇറങ്ങാം. പകുതി കാശ് തരൂ. ഞാൻ കൊടുക്കാം. ഏയ് വേണ്ട, എടുത്തു വെച്ചിരിക്കല്ലേ. മുഴുവനും ഉണ്ട്. അപ്പൊ പോട്ടെ മാഡം, ഗുഡ് നൈറ്റ്. പോടാ. ഹർത്താലായതുകൊണ്ട് ട്രെയിനൊക്കെ ലേറ്റ് ആവും. എപ്പോൾ വരുമെന്ന് പറയാൻ പറ്റില്ല. നമുക്കേ KSRTC സ്റ്റാൻഡ് വരെ ഒന്ന് പോയി നോക്കിയാലോ? എന്ത് ഹർത്താല്? ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള സർക്കാരിന്റെ വാഹനം. ഞാൻ തീരാം. സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ചേരാൻ വണ്ടി എടുത്തോ. എത്ര ആൾക്കാരോട് മെനക്കിടല്ലേ നിങ്ങൾ? നിങ്ങൾ വണ്ടി പിടിക്കണം. രാവിലെ ശമ്പളം തരുന്നതിനോട് വേഗം എന്തെങ്കിലും ചെയ്യ്. ഒന്നും രണ്ടാളോ കുറച്ച് കഴിഞ്ഞാൽ ആലപ്പുഴ വണ്ടി വരും, അതിലോട്ട് കയറിക്കോ. അവിടുന്ന് ചിലപ്പോ കോഴിക്കോടിനോ മറ്റോ വണ്ടി കിട്ടും. നിങ്ങൾ എന്തെന്ന് പറയണം മിസ്റ്റർ? ഇത് ഇത്ര ആൾക്കാർ നോക്കിയിട്ടല്ലേ? എന്തെന്ന് പറ. ഞങ്ങൾ കുറെ നേരം ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. എന്താ സാറേ നിങ്ങൾ എന്തെന്ന് പറയണം? ഞങ്ങൾ എത്ര നേരം ഇവിടെ നോക്കി. ഇവിടെ ഇരിക്കാം.